പണ്ട് നമ്മൾ വളരെയധികം ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും അതേ ആസ്വാദനത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഭക്ഷിച്ചിരുന്ന പല ഭക്ഷണങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, പണ്ട് ഞാൻ കഴിച്ച ഇന്ന ഭക്ഷണം അത് അടിപൊളിയായിരുന്നു, അതിൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് അതേ ഭക്ഷണം നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയും. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാഴ്ചകൾ കാണുന്ന സമയത്ത്, പണ്ട് നമ്മൾ കടൽ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ കടൽ കാണുമ്പോൾ നമുക്ക് വളരെ കൗതുകമായിരുന്നു, നമുക്കത് വല്ലാതെ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ പോയി നമുക്ക് പിന്നീട് അത്തരത്തിലുള്ളൊരു സന്തോഷം കിട്ടാത്തൊരവസ്ഥ, ഇത് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും നമുക്ക് പണ്ട് ആസ്വദിച്ച അതേ രീതിയിൽ പിന്നീട് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഇതിന് കാരണം? ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഒരു 10 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുടെ അടുത്ത് നമ്മളൊരു കപ്പ് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. ആ കുട്ടി ആ കപ്പ് വെള്ളത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തും. കൈയിട്ട് കളിക്കും, അതിലൊരുപാട് മണ്ണ് വാരിയിടും. അതുപോലെ തന്നെ ആ ഒരു വെള്ളം കൊണ്ട് അവൻ ഒരുപാട് സന്തോഷം കണ്ടെത്താൻ കഴിയും. അവനക്ക് ഒരുപാട് ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോപ്പമൈൻ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ആകുന്നുണ്ടാവും. അതെന്തൊരു സന്തോഷമാണെങ്കിലും നമുക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരുപാട് ഡോപ്പമൈൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഒരുപാട് ഡോപ്പമൈൻ ഉണ്ടായി. നമ്മൾക്ക് ആ ഒരു ഡോപ്പമൈനെ 100-ൽ 90% എന്ന് വിളിക്കാം. ഓക്കെ, ഒരു 90%-ലധികം ഡോപ്പമൈൻ ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പിന്നീട് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, ഒരു 20 വയസ്സൊക്കെ ആയതിന് ശേഷം ആ പയ്യൻ്റെ കയ്യിൽ ഇതേ കപ്പ് വെള്ളം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവനത് തട്ടിമാറ്റും. എന്തിനാണ് കപ്പ് വെള്ളം കൊണ്ടുവരുന്നത്? അവൻ അതിൽ പ്രത്യേകിച്ചൊരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ കണ്ടെത്താൻ കഴിയില്ല. ബിക്കോസ് അവനക്ക് ആ ഒരു ഹൈ ഡോപ്പമൈൻ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അവൻ്റെ ഡോപ്പമൈൻ്റെ അളവ് എന്ത് ചെയ്തു? കുറഞ്ഞ് ലോ ഡോപ്പമൈൻ ആയി. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയും ഞാൻ. അതായത് ബിരിയാണി കഴിക്കുക. നമുക്കെല്ലാവർക്കും ബിരിയാണി കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരിക്കും. ഓക്കെ, പക്ഷേ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്ഥിരമായിട്ട് ബിരിയാണി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അയാൾക്ക് അതിൻ്റെ സ്മെല്ല് മൂക്കിൽ 24 മണിക്കൂർ, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന നല്ലൊരു ശതമാനം ടൈമിലും അതിൻ്റെ സ്മെല്ല് അയാളുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബിരിയാണിയോടുള്ള ക്രൈസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡോപ്പമൈൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പണ്ട് കാലത്ത് ചെറിയൊരു ടച്ച് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് കീപാഡ് ഫോണുകളിൽ എന്തുണ്ടായിരുന്നു? ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പാമ്പിൻ്റെയൊക്കെ ഗെയിം നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ആസ്വാദനം, ഓക്കെ, അതിനേക്കാളൊക്കെ എത്രയോ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഇന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ മിക്കവാറും ആളുകളുടെ ഫോണിലും ഒരു ആപ്ലിക്കേഷൻ പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ഗെയിമിനോടുള്ള ക്രേസ് ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള അവൈലബിലിറ്റിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് പൊതുവേ എല്ലാത്തിനോടും വലിയൊരു താല്പര്യം കുറയും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഒരേ കാര്യം ഒരുപാട് കിട്ടുന്ന സമയത്തും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്തും നമ്മളുടെ ഡോപ്പമൈൻ്റെ അളവ് കുറയും. ഒരു കാര്യത്തിനോടുള്ള നമ്മളുടെ ഡോപ്പമൈൻ്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു കാര്യത്തിലേക്ക് അധികമായിട്ട് ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ഇതിനൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. ഓക്കെ, ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഡേഞ്ചർ കൂടെയാണ്. അതായത് നമുക്ക് ഒരു വലിയ ഒരു വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തി, ഒരു പാവപ്പെട്ടൊരു പയ്യൻ അല്ലെങ്കിൽ പാവപ്പെട്ടൊരു വ്യക്തി വലിയൊരു വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയെ നോക്കിയിട്ട് ഇങ്ങനെ അസൂയപ്പെടുകയാണ്. അവൻ എന്തൊക്കെയുണ്ട്? അവന് കാറുണ്ട്, അവൻ ഇതുണ്ട്, അവന് 24 മണിക്കൂറും വളരെ ഹാപ്പി ആയിരിക്കും. എനിക്കൊന്നുമില്ല, എനിക്ക് ആകെയുള്ളത് ഈ ഒരു സൈക്കിള് മാത്രമാണെന്ന് വിലപിക്കുന്ന സമയത്ത് വലിയൊരു മാളികയിൽ താമസിക്കുന്ന ആ ഒരു വ്യക്തി ശരിക്കും തൃപ്തനായിരിക്കില്ല. അവനും ഹാപ്പിയല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ അതിലൊന്നും സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കും. അതായത് അവനക്കൊരു കാറുണ്ട്, കാർ ഡ്രൈവ് ചെയ്യാൻ വലിയ മൂടൊന്നുമില്ല.
അവന് ഫോണുണ്ട്, അവന് ഫോണിൽ ഗെയിം കളിക്കാനോ മൂവി കാണാനോ വലിയ മൂഡില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അവൈലബിലിറ്റി കൂടുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഡോപ്പമൈൻ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഭക്ഷണത്തിന് വേണ്ടി അവൻ നന്നായിട്ട് വിശപ്പുണ്ടാക്കുക. ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് നൊയമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനോടുള്ള ഒരു താല്പര്യം വളരെയധികം നമുക്ക് കൂടും. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മളവിടെ വളരെ ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ടേസ്റ്റ് കുറവല്ലാത്ത നമുക്ക് അധികം ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ ഡോപ്പമൈൻ നമ്മുടെ ബ്രെയിനിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഇതേപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, ലോ ഡോപ്പമൈനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുക. ഓക്കെ, ലോ ഡോപ്പമൈനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതൊരു വലിയ ടോപ്പിക്കാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡോപ്പമൈൻ്റെ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയേക്കാൾ ദയനീയമായൊരു സിറ്റുവേഷനാണ് എല്ലാം ഉണ്ടായിട്ടും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എഴുതി വെക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സന്തോഷിക്കാൻ, പക്ഷേ ഇതൊന്നും നമുക്ക് സന്തോഷം തരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രെയിനിങ് ആണ്. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മറ്റൊരാളുടെ സഹായം ആവശ്യം ഉണ്ടാകാം. എന്നിരുന്നാലും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോ ഡോപ്പമൈൻ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ലോ ഡോപ്പമൈൻ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ കാര്യങ്ങളിലും നമ്മളെ ചുറ്റുപാടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇതേപോലെ മറ്റൊരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലേക്കും പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് അത് ആസ്വദിച്ച് കഴിക്കുക. ഒരു ഭക്ഷണത്തിൽ പറയുകയാണെങ്കിൽ കഴിക്കുക, അതേപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക, നന്നായിട്ട് അത് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഫോക്കസ് കിട്ടുന്നുണ്ടാവും, നമുക്ക് നല്ല ശ്രദ്ധ കിട്ടും, നമുക്കത് പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% അല്ലെങ്കിൽ 90% ഡോപ്പമൈൻ അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. ഈ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഇനിയും അപ്ലോഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം.